നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലങ്കര സഭ ഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ 91-ാം ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം കൊണ്ടാടി. മലങ്കര സഭയിൽ വ്യവസ്ഥാപിതമായി ഐക്യവും സമാധാനവും യാഥാർത്ഥ്യമാക്കുവാൻ യത്നിച്ച ക്രാന്തദർശിയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് എന്ന് കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയൂസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് പഴയ സെമിനാരിയിൽ നടന്ന ചരിത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മലങ്കര സഭയിൽ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം പകർന്ന മഹാത്യാഗിയും ദിഷണാശാലിയുമായിരുന്ന സഭാപിതാവായിരുന്നു വട്ടശ്ശേരിയിൽ തിരുമേനി എന്നും അദ്ദേഹം പറഞ്ഞു. ഓർത്തഡോക്സ് സെമിനാരി പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സഭകളുടെ ലോക കൗൺസിൽ മോഡറേറ്റർ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര, ഡെറിൻ രാജു, ഫാദർ ഡോക്ടർ ജോസ് ജോൺ, ഫാദർ ബിജു പി തോമസ്, ഫാദർ ജോസഫ് കുര്യാക്കോസ് പാമ്പാടി കണ്ടത്തിൽ, പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ്, ഫാദർ ജോബ്സാം മാത്യു എന്നിവർ പ്രസംഗിച്ചു. മലങ്കര സഭ ഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയുടെ തിരുശേഷിപ്പുകൾ കോട്ടയം പഴയ സെമിനാരിയിൽ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി സ്ഥാപിച്ചു. അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയൂസ് മെത്രാപ്പൊലിത്തായുടെ കൈവശം സൂക്ഷിച്ചു പോന്നിരുന്ന പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ തിരുശേഷിപ്പുകൾ പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്ക് കൈമാറുകയും വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ സെമിനാരിയിൽ പ്രത്യേകം ക്രമീകരിച്ച ഇടത്ത് സൂക്ഷിക്കുന്നതാണ്. പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മലങ്കര സഭയുടെ സ്വത്വബോധത്തിന് കരുത്തുപകർന്ന പണ്ഡിതനായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയെന്ന് പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അനുസ്മരിച്ചു. തൻ്റെ വൈജ്ഞാനിക സമ്പത്തിലൂടെ മലങ്കര സഭയെ തിരുമേനി സമ്പുഷ്ടമാക്കി. വൈദേശിക ആധിപത്യത്തിൽ നിന്നും സഭയെ സംരക്ഷിക്കാൻ പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനിക്ക് കഴിഞ്ഞെന്നും കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ 91-ാം ഓർമ്മ പെരുന്നാളും ചരമനവധി സമാപനവും കോട്ടയം പഴയ സെമിനാരിയിൽ ആചരിച്ചു. രാവിലെ നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദക്ഷിണം, കബറിങ്കൽ ധൂപപ്രാർത്ഥന, ശ്ലൈഹിക വാഴ്വ് എന്നിവയോടെയാണ് ഓർമ്മ പെരുന്നാളിന് സമാപനമായത്. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ ശ്രീമതി രേഖ ഗുപ്തയ്ക്ക് ഡൽഹി ദ്വാരക സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി റവറൻഡ് ഫാദർ യാക്കോബ് ബേബി മലങ്കര സഭയുടെ ആശംസകൾ നേർന്നു. അഖില മലങ്കര പ്രാർത്ഥനായോഗം സാമീപ്യം പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രാർത്ഥനാ യോഗത്തിന് നേതൃത്വം നൽകിയ മുൻകാല പ്രവർത്തകരെ കണ്ട് അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ കേന്ദ്ര പ്രവർത്തകർ സന്ദർശനം നടത്തി. പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ തേവദോസ്യോസ് തിരുമേനിയുടെ മഹനീയ നേതൃത്വത്തിൽ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു മാത്യു പ്രക്കാനം, കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ മത്തായി കുന്നിൽ, കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ശ്രീ ഐസക് തോമസ്, കേന്ദ്ര സാമീപ്യം കോർഡിനേറ്റർ ശ്രീ സി കെ റെജി, സോണൽ സെക്രട്ടറി ശ്രീ മോട്ടി ഫിലിപ്പ് എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര സഭയുടെ പ്രവർത്തനങ്ങളിൽ ആത്മീയ തലത്തിൽ ആത്മാർത്ഥമായ സേവനം ചെയ്ത വന്യ ഡോക്ടർ ടി.ജെ. അലക്സാണ്ടർ അച്ഛൻ, പ്രൊഫസർ ഡി. മാത്യു സാർ, പ്രൊഫസർ വർഗീസ് ജോൺ സാർ എന്നിവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തി സ്നേഹം പങ്കിട്ടു. പ്രിയപ്പെട്ടവരുടെ സന്തോഷം വർണ്ണനാതീതം ആയിരുന്നു എന്നും വളരെ അനുഗ്രഹീത നിമിഷങ്ങളായിരുന്നു സാമീപ്യം എന്ന പ്രോഗ്രാം കൊണ്ട് ഉണ്ടായതെന്നും ഏവരും അഭിപ്രായപ്പെട്ടു. സമൂഹം ലഹരിക്കെതിരെ പോരാടുമ്പോൾ സർക്കാർ ബ്രൂവറിക്ക് വേണ്ടി വാദിക്കുന്നത് അംഗീകരിക്കാനാകില്ല. അഭിവന്യ യൂഹാനൻ മാർ പോളികർപ്പസ് മെത്രാപ്പൊലിത്ത. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ശേഷം ബാറുകളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിപ്പിക്കുകയും ബ്രൂവറി ഉൾപ്പെടെ തുടങ്ങാൻ അനുമതി നൽകുകയും ചെയ്യുന്ന സർക്കാർ പാവപ്പെട്ട ജനതയുടെ ബലഹീനത ചൂഷണം ചെയ്യുകയാണെന്ന് ഓർത്തഡോക്സ് സഭ മദ്യവർജന സമിതി. സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും സമീപത്തേക്ക് കള്ളുഷാപ്പുകൾ കൂടി എത്തിക്കുവാനുള്ള നീക്കം
ആരോടുള്ള വെല്ലുവിളിയാണെന്ന് മദ്യവർജന സമിതി പ്രസിഡന്റ് യൂഹാനൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പോലീത്ത ചോദിച്ചു. ലഹരിമുക്ത ഭവനം, ലഹരിമുക്ത ഇടവക, ലഹരിമുക്ത സഭ, ലഹരിമുക്ത നാട്, ഇതാണ് സഭ ലക്ഷ്യം വയ്ക്കുന്നത്. നാടിൻ്റെ നന്മയ്ക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ മദ്യലോബികളുടെ പിണിയാളാകുന്നത് ഭാവി തലമുറയെ ഇല്ലാതാക്കുവാൻ മാത്രമേ ഉപകരിക്കൂ. എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങുമ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. നെൽകർഷകർ ഇപ്പോൾ തന്നെ വെള്ളം ലഭിക്കാതെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കൃഷിക്കാരെയും സാധാരണ മനുഷ്യരെയും പരിഗണിക്കാതെയുള്ള സർക്കാരിൻ്റെ നീക്കങ്ങൾ ജനാധിപത്യ മര്യാദയല്ലെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഓർത്തഡോക്സ് സഭ മദ്യവർജന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് മാസം സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ദിവസത്തെ ഉപവാസം നടത്തുമെന്ന് സമിതി ഭാരവാഹികളായ ഫാദർ കുര്യാക്കോസ് തണിക്കോട്ട്, ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ, ഫാദർ വർഗീസ് ജോർജ് ചേപ്പാട്, ഫാദർ തോമസ് ചകിരിയിൽ, അലക്സ് മണപ്പുറത്ത്, ഡോക്ടർ റോബിൻ പി മാത്യു, ഫാദർ ബിജു ആൻഡ്രൂസ് എന്നിവർ അറിയിച്ചു. മലങ്കര സഭയിലെ ഇടവക ശുശ്രൂഷകളിൽ നിന്നും വിരമിച്ച വൈദികരുടെ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ റിട്ടയേർഡ് പ്രീസ്റ്റ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരും റംബാന്മാരും വൈദിക ശ്രേഷ്ഠരും 1919 മലങ്കര സഭ ഭാസുരൻ പരിശുദ്ധ വട്ടശ്ശേരിയിൽ ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്തായാൽ സ്ഥാപിച്ചതും ശ്രീബാദാസ സമൂഹം സ്ഥാപകനും മലബാർ ഭദ്രാസന പ്രഥമ മെത്രാപ്പോലിത്തായും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നതുമായ എറണാകുളം കണ്ടനാട് കർമേൽ ദയറ, വെട്ടിക്കൽ സെൻറ് തോമസ് ദയറ എന്നിവ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി. ശ്രീ എ വി റസലിൻ്റെ വേർപാടിൽ പരിശുദ്ധ കാതോലിക്ക ബാവ അനുശോചിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭ്യുദയകാംക്ഷിയും സഭയുടെ സുഹൃത്തും CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ശ്രീ എ വി റസലിൻ്റെ വേർപാടിൽ പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി മലങ്കര സഭയുടെ അനുശോചനം രേഖപ്പെടുത്തി. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും മലങ്കര സഭയുമായി ഹൃദ്യമായ ബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നതായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീ എ വി റസലിൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. മാർ അന്ത്രയോസ് തീർത്ഥാടന കേന്ദ്രമായ കല്ലട സെൻറ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി വലിയ പള്ളിയുടെ നവീകരിച്ച ദേവാലയത്തിൻ്റെയും വിശുദ്ധ മദ്ബഹായും പരിശുദ്ധ മാർ അന്ത്രയോസ് ബാവായുടെ 333ാമത് ശ്രാദ്ധപ്പെരുന്നാൾ കൊടിയേറ്റും നടത്തപ്പെട്ടു. നവീകരിച്ച ദേവാലയ കൂദാശയ്ക്കും വിശുദ്ധ മാർ അന്ത്രയോസ് ബാവായുടെ ശ്രാദ്ധപ്പെരുന്നാളിനും പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 3 നൂറ്റാണ്ടുകളിൽ അധികമായി മലങ്കര സഭാ മക്കൾക്ക് പ്രത്യേകാൽ തെക്കൻ മലങ്കരയിൽ എങ്ങും കീർത്തികേട്ട വിശുദ്ധനാണ് മാർ അന്ത്രയോസ് ബാവ. തെക്കൻ മലങ്കരയിൽ കല്ലട വല്യപ്പൂപ്പൻ എന്നാണ് പരിശുദ്ധ പിതാവ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ കുണ്ടറ, കല്ലട മേഖലകളിലെ ദേവാലയങ്ങൾ, പുത്തൻകാവ്, കുറുപ്പമ്പടി, മുളന്തുരുത്തി തുടങ്ങിയ പള്ളികളിൽ പരിശുദ്ധൻ്റെ ഓർമ്മ സമുചിതമായി ആചരിച്ചു വരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു വരുന്നു. പരിശുദ്ധ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ ഓഫ് ഈസ്റ്റ് ഔട്ട്സൈഡ് കേരള റീജിയൻ ലീഡർഷിപ്പ് ക്യാമ്പും എക്സിക്യൂട്ടീവ് മീറ്റും മുംബൈയിൽ വാഷിയിലുള്ള ഓർത്തഡോക്സ് ചർച്ച് സെൻ്ററിൽ നടത്തപ്പെട്ടു. ഫെബ്രുവരി 20 നടന്ന യോഗം ബോംബെ ഭദ്രാസന ആതിഥേയത്വത്തിലായിരുന്നു നടത്തപ്പെട്ടത്. കേരളത്തിന് പുറത്തുള്ള ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള മെത്രാപ്പൊലിത്തമാരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. കേരളത്തിന് പുറത്തുള്ള മേഖലയിലെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള വൈസ് പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ, മറ്റ് നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലങ്കര സഭയുടെ തെക്കൻ മേഖലയിലെ അനേകം ദേവാലയങ്ങളുടെ മാതൃദേവാലയ പദവി അലങ്കരിക്കുന്നതും പരിശുദ്ധ മാർത്തോമ മൂന്നാമൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നതും അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന
പുരാതന മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രം കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ 1700-ാം ദേവാലയ സ്ഥാപിത വാർഷിക ആഘോഷം പ്രമാണിച്ചുള്ള ദീപശിഖ പതാക ഘോഷയാത്ര പരിശുദ്ധ തോമസ് ശ്ലീഹായാൽ സ്ഥാപിതമായ സെന്റ് തോമസ് എക്യുമെനിക്കൽ ചർച്ച് നിലയ്ക്കലിൽ നിന്നും ആരംഭിച്ച് വിവിധ പ്രദേശങ്ങൾ കടന്ന് കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ എത്തിച്ചേർന്നു. ഫെബ്രുവരി 23 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന 1700-ാം ദേവാലയ സ്ഥാപിത വാർഷിക ആഘോഷ പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമകാര്യ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഭവനദാന പദ്ധതി ഉദ്ഘാടനം, വിദ്യാഭ്യാസ സഹായ പദ്ധതി, ചികിത്സാ സഹായ പദ്ധതി, മാർത്തോമൻ മാസിക പ്രകാശനം, ശതാബ്ദി CD പ്രകാശനം എന്നിവ തുടർന്ന് നടത്തപ്പെട്ടു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്കായി MGUCSM സൗജന്യ ഓൺലൈൻ ട്യൂഷനുകൾ ആരംഭിക്കുന്നു. പരസ്പരം ഭാരങ്ങൾ വഹിക്കുക, അങ്ങനെ ക്രിസ്തുവിൻ്റെ നിയമം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക പരിമിതികളുമായി മല്ലിടുന്ന കുട്ടിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സഹായം MGUCSM വാഗ്ദാനം ചെയ്യുന്നു. 5 മുതൽ 12 ഗ്രേഡ് വരെയുള്ള സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് മാത്രമായി സൗജന്യ ഓൺലൈൻ ട്യൂഷൻ ക്ലാസുകൾ വാഗ്ദാനം ചെയ്യുന്നു MGUCSM. MGUCSM ഓൺലൈൻ ട്യൂഷൻ അക്കാദമിയുടെ പുതിയ സംരംഭം ആരംഭിക്കുന്നത് ഇന്ത്യ, ഖത്തർ, ഫിൻലാൻഡ്, UAE, UK, സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള പരിചയസമ്പന്നരും സമർപ്പിതരുമായ ഓർത്തഡോക്സ് അധ്യാപകർ ഉൾപ്പെടുന്ന ടീം കുട്ടികളുടെ അക്കാദമിക് മികവ് പുലർത്താൻ സഹായിക്കുന്നതിന് മികച്ച വിദ്യാഭ്യാസ പിന്തുണ നൽകുന്നതാണ്. കുട്ടിയുടെ ദിനചര്യയ്ക്ക് അനുസൃതമായി ആഴ്ച ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മുതൽ 9 വരെയും ശനിയാഴ്ചകളിൽ ഇന്ത്യൻ സമയം രാവിലെ 10 മുതൽ 12 വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 വരെയും വൈകിട്ട് 7 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മുതൽ 6 വരെയും വൈകിട്ട് 7 മുതൽ 9 വരെയും ആണ് ക്ലാസുകൾ ഉദ്ദേശിക്കുന്നത്. നിലവിലെ അധ്യയന വർഷം അവസാനിച്ചതിന് ശേഷം ഓൺലൈൻ ട്യൂഷനുകൾ ആരംഭിക്കും. കുട്ടികൾക്ക് അർഹമായ വിദ്യാഭ്യാസ പിന്തുണ നൽകുവാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് ഏവരോടും അപേക്ഷിക്കുന്നു. എന്തെങ്കിലും വിശദീകരണങ്ങൾക്കോ സഹായത്തിനോ ദയവായി +91 99 44 34 5298 എന്ന നമ്പറിൽ MGUCSM ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. പരിശുദ്ധ സഭ ഫെബ്രുവരി 23 ഞായറാഴ്ച ആനീദേ ഞായർ ആചരിച്ചു. സകല വാങ്ങിപ്പോയവരെയും വിശുദ്ധ സഭ ഓർമ്മിക്കുന്ന ദിനമാണ് ആനീദേ ഞായർ. പഴയ കാലത്ത് പരദേശികളായി മരിച്ചുപോയവരുടെ ഞായറാഴ്ച എന്നാണ് ഈ ദിവസം അറിയപ്പെട്ടിരുന്നത്. അതായത് ആത്മരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതങ്ങളായ സകല കൂദാശകളും കൃത്യമായി സ്വീകരിക്കുവാൻ ഏതെങ്കിലും കാരണവശാൽ സാധിക്കാതെ വന്നവരും പരദേശവാസത്താൽ ശരിയായ ശവസംസ്കാരം പ്രാപിക്കാൻ കഴിയാതെ വന്നവരുമായ സഹോദരങ്ങളെ പ്രത്യേകമായി കരുണയോടെ സഭ ഓർക്കുന്ന ദിനമാകുന്നു ആനീദേ ഞായർ. അതോടൊപ്പം വിശുദ്ധ സഭയിൽ നിന്ന് വാങ്ങിപ്പോയ വിശ്വാസികളായ സകലരെയും സഭ ഈ ദിവസം വിശുദ്ധ ബലിയിൽ അനുസ്മരിക്കുന്നു. വിശുദ്ധ കുർബാനയെ തുടർന്ന് സകല വാങ്ങിപ്പോയ വിശ്വാസികളുടെ കബറിടങ്ങളിലും ധൂപാർപ്പണം അർപ്പിക്കുകയും ചെയ്തു. എല്ലാ പിതൃക്കളുടെയും നല്ല ഓർമ്മകൾക്ക് മുൻപിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ സ്മരണാഞ്ജലികൾ. അഭിമന്യ തോമസ് മാർ മക്കാറിയോസ് മെത്രാപ്പോലിത്തായുടെ 12ാം ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി 23 ഞായറാഴ്ച അഭിമന്യ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിൽ കൊണ്ടാടി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, നേർച്ചവിളമ്പ് എന്നിവ നടത്തപ്പെട്ടു. നൂറുകണക്കിന് വിശ്വാസികൾ പെരുന്നാളുകളിൽ സംബന്ധിച്ചു. അഭിമന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓറൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ തിരുവല്ല ബ്രാഞ്ചും
സെൻറ്റ് ഗ്രിഗോറിയോസ് ഇൻ്റർനാഷണൽ ക്യാൻസർ കെയർ സെൻ്ററും സംയുക്തമായി ഓറൽ ക്യാൻസർ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടികളുടെയും ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർവഹിച്ചു. പരുമല ആശുപത്രി സിഇഒ ഫാദർ MC പൗലോസ് ആശംസകൾ നേർന്നു. പരുമല ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ആദർശ് ആനന്ദ്, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ പ്രേം ശശികുമാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഓറൽ ക്യാൻസർ പലപ്പോഴും ആദ്യം കണ്ടെത്തുന്നത് ദന്ത ഡോക്ടർമാരാണ്. ഓറൽ ക്യാൻസർ കൃത്യമായി തിരിച്ചറിയാനും രോഗനിർണയം നടത്താനും ദന്ത ഡോക്ടർമാരെ പ്രാപ്തരാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. നേരത്തെയുള്ള ക്യാൻസർ രോഗനിർണയത്തിലൂടെ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ സഹായിക്കും. ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഓറൽ ക്യാൻസറിനെ കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുവാനും രോഗം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുവാനും കഴിയുമെന്ന് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ തിരുവല്ല ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ മായ മത്തായി, സെക്രട്ടറി ഡോക്ടർ സീമ ജോസഫ്, ഡോക്ടർ ബിജു തോമസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പരുമലപ്പള്ളിയിൽ ഡിജിറ്റൽ കിയോസ്ക് മെഷീൻ ഉദ്ഘാടനം ചെയ്തു. പരുമലപ്പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള പേരുകളും സംഭാവനകളും സമർപ്പിക്കുവാനുള്ള ഇൻ്റർനെറ്റ് സംവിധാനമുള്ള ഡിജിറ്റൽ കിയോസ്ക് പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം നിർവഹിച്ചു. പരുമലയിലെത്തുന്ന വിശ്വാസികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് പണം സംഭാവന ചെയ്യുവാൻ ഇതുവഴി സാധ്യമാകുന്നു. ഉടൻ തന്നെ ഇലക്ട്രോണിക് രസീതും ലഭിക്കും. അടച്ചുറപ്പുള്ള ഒരു വീട് ഏവരുടെയും സ്വപ്നം. പരിശുദ്ധ കാതോലിക്ക ബാവ. ഓർത്തഡോക്സ് സഭ ഭവന നിർമ്മാണ ധനസഹായം വിതരണം ചെയ്തു. സ്വന്തം വളർച്ചയ്ക്കൊപ്പം സഹജീവിയെയും കരുതുമ്പോഴാണ് ക്രിസ്തീയ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കോട്ടയം പഴയ സെമിനാരിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭവന നിർമ്മാണ ധനസഹായം വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഭാധ്യക്ഷൻ. കഴിഞ്ഞ വർഷം 101 കുടുംബങ്ങൾക്കായിരുന്നു സഭ സാമ്പത്തിക സഹായം നൽകിയത്. ഇത്തവണ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട 102 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സാമ്പത്തിക സഹായം വിതരണം ചെയ്തു. ലഭിച്ച 200-ൽ അധികം അപേക്ഷകൾ പരിശോധിച്ച ശേഷമാണ് അർഹരായ 102 പേരെ തിരഞ്ഞെടുത്തത്. അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഭയുടെ വരുമാനത്തിൻ്റെ 60% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തവണ 51 ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണ ധനസഹായ പദ്ധതിയിലൂടെ നൽകിയത്. ഭവന നിർമ്മാണ സഹായ സമിതി കൺവീനർ ജിജു പി വർഗീസ് സ്വാഗതം ആശംസിച്ചു. അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, ഫാദർ ജേക്കബ് ഫിലിപ്പ്, NA അനിൽ മോൻ, കോശി ഉമ്മൻ, ജേക്കബ് കോച്ചേരി, ഷാലു ജോൺ, സിബി ജോൺ എന്നിവർ പ്രസംഗിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് ഫെബ്രുവരി 25-ന് തുടക്കമായി. ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിലാണ് പരിശുദ്ധ സുന്നഹദോസ് ചേരുന്നത്. സഭയിലെ മുഴുവൻ മെത്രാപ്പോലിത്താമാരും സംബന്ധിക്കുന്ന പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മാർച്ച് 1-ന് സമാപിക്കുമെന്ന് സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗമുക്തിക്കായി പ്രാർത്ഥന നടത്തി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ്. മദ്യനിർമ്മാണശാലകൾക്ക് സർക്കാർ അനുമതി നൽകുന്നത് ലഹരി മാഫിയകൾക്ക് പാലൂട്ടുന്നതിന് തുല്യം. സിനിമകൾ ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്നു എന്നും സുന്നഹദോസിൽ വിമർശനം ഉണ്ടായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ കീഴിലുള്ള കുണ്ടറ MGD ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച 2 നില കെട്ടിടത്തിൻ്റെ കൂദാശ കർമ്മവും ഉദ്ഘാടനവും കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് മാനേജർ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ, സ്കൂൾ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട കോശി വൈദ്യൻ അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, സ്കൂൾ അധ്യാപകർ, PTA അംഗങ്ങൾ, കുട്ടികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബാംഗ്ലൂർ UTC ഡോക്ടറൽ വിദ്യാർത്ഥികളും അധ്യാപകരും കൂനിൻകുരിശ് തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി.
ഓർത്തഡോക്സ്, CSI, CNI, മാർത്തോമ, പെന്തക്കോസ്ത് ഉൾപ്പെടെ വിവിധ സഭകളിൽ നിന്നുമായി വൈദികരും പാസ്റ്റേഴ്സും ഒത്തുചേർന്നാണ് സന്ദർശനം നടത്തിയത്. തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മാനേജർ വന്യ ബെന്യാമിൻ തോമസ് റമ്പാച്ചൻ ഡിവിഷൻ ഓഫ് സെൻറ് തോമസ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ആൻഡ് ഇമ്പോർട്ടൻസസ് ഓഫ് ഹോളി റിലിക്സ് എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു. വന്യ റമ്പാച്ചൻ കൂനൻകുരിശ് ഛായാചിത്രം സമ്മാനിക്കുകയും ഏവരും ചേർന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. പുസ്തകം പ്രകാശനം ചെയ്തു. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത രചന നിർവഹിച്ച വിശുദ്ധ കുർബാന പൗരസ്ത്യ ക്രൈസ്തവ സഭാ പാരമ്പര്യത്തിൽ ഒരു ആസ്വാദന പഠനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോട്ടയം പഴയ സെമിനാരിയിൽ ഫെബ്രുവരി 25 സന്ധ്യാ നമസ്കാരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ വെച്ച് സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിലിന് ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഫാദർ ഡോക്ടർ കോശി രചിച്ച വിശുദ്ധ കുർബാന പൗരസ്ത്യ ക്രൈസ്തവ സഭാ പാരമ്പര്യത്തിൽ പനയ്ക്കൽ യാക്കോബ് മൽബാൻ രചിച്ച വിശുദ്ധ കുർബാന ധ്യാനം എന്നീ ഗ്രന്ഥങ്ങളുടെ ആസ്വാദനവും അനുബന്ധ പഠനവുമാണ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഈ പുസ്തക രചനയിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. കേരള സർക്കാരിൻ്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് ലഭിച്ച ശ്രീമതി ദിവ്യ കോശിക്കും ജയ്പൂർ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ റോജോ കുര്യൻ വി ഡാനിയലിനും 2024 വർഷത്തെ സംസ്ഥാനത്തെ മികച്ച പ്രിൻസിപ്പൽ തഹസിൽദാർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സുനിത ജേക്കബിനും VBS പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീ സാനറ്റ് തോമസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.